പാത്രങ്ങളൊക്കെ നീ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകണം. നീ കഴുകുന്നത് വൃത്തിയാവില്ലെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും പരാതിയാണ്. അതുമല്ല ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ പേരും പറഞ്ഞ് ഇനി എനിക്ക് ഓരോന്ന് കേൾക്കാൻ വയ്യ. ഞാൻ വൃത്തിയായിട്ട് തന്നെയാണ് ചേച്ചി കഴുകണേ. പിന്നെ അമ്മയ്ക്ക് എന്നെ തീരെ കണ്ടുകൂടാത്തോണ്ടേ പിന്നാലെ നടന്ന് ഓരോ കുറ്റം കണ്ടുപിടിച്ചോണ്ടാണ്. അമ്മ പ്രായമായതല്ലേ, നീ നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ മീനും ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട്. ഗിരിയേട്ടൻ വൈകിട്ട് വരും. നീ അതൊക്കെ ഒന്ന് വെച്ചിട്ടേ പോവാവൂ. ചേച്ചി അതെ, ഈ മാസത്തെ ശമ്പളം നേരത്തെ തരാൻ പറ്റുമോ? അമ്മയുടെ സർജറി കഴിഞ്ഞിട്ട് ഇതുവരെ ചെക്കപ്പിനൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, കാശില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞേക്കാം. നീ വൈകിട്ട് വാങ്ങിയാൽ മതി. ഒരു കാര്യം ചേച്ചി. ശരി. ഇവിടെ വന്നിരിക്കുന്ന നീ എന്തിനാണ് അവൾക്ക് കാശ് കൊടുക്കാൻ നേറ്റത്? അവള് പഠിച്ച കള്ളിയാ. അവക്കെ ആശുപത്രി കേസ് കിട്ടണമെന്നല്ല പൈസ. അവൾക്ക് കുറച്ച് സാരി മാറ്റി പൊട്ടും കണ്ണും എഴുതി ചിങ്കരിച്ച് നടക്കണം. അതിനെ അവൾക്ക് കാശ്. എന്റെ അമ്മ അവളൊരു പാവമാണ്. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ. നീ ഇവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇനി അവളെ കൂടുതൽ നാളെ ഇവിടെ നിർത്തത്തില്ല. അമ്മ ഇങ്ങനെ ഓരോരുത്തർ വരുന്ന അവരെയൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? അമ്മയ്ക്കറിയാലോ, ഓഫീസിലെ കാര്യം വീട്ടിലെ കാര്യം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. മോളെ, അവള് പഠിച്ച കള്ളിയാ. അവള് ദേഹാനെങ്കിൽ ഒരു ജോലി ചെയ്യത്തില്ല. എന്നെ പേടിച്ചിട്ട് അവള് വല്ലതും ചെയ്യുന്നത്. അമ്മ അതുപോലെയൊക്കെ അവളൊന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടുകളയല്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരെ ഞാൻ പോകണം. അവക്കെന്താ അറിയണം? അവക്ക് നേരം എടുത്ത് ഒരുങ്ങി ഓഫീസിൽ പോയാൽ പോരെ. ഞാൻ ശരിയാക്കി തരാം. ഞാൻ ഇത്ര പെട്ടെന്ന് പാത്രമൊക്കെ കഴിഞ്ഞൂടി? കഴിക്കാൻ വെച്ചേ. വെറുതെ അല്ല, ഒരു ഉളുമ്പ് നാറ്റം. എന്തൊരു ഉളുമ്പ് നാറ്റമാണ് ഇത്. ഈ പാത്രമൊക്കെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകും. നിന്നെ വൃത്തി പഠിപ്പിക്കാൻ പറ്റും? ഞാനൊന്ന് നോക്കട്ടെ. എന്താടി മിണ്ടാ നിൽക്കുന്നേ? നിന്റെ നാ പറഞ്ഞിപ്പോയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മച്ചിക്ക് അതിൽ പിടിച്ചു കയറി എന്റെ മക്കിട്ട് കയറാനല്ലേ? ഞാൻ ഒന്നും പറയണില്ല. എനിക്ക് കുറെ പണിയുണ്ട് തീർക്കാൻ. നീ പഠിച്ച കള്ളിയാടി. നീയേ അഡ്വാൻസ് കാശ് ചോദിച്ച് വയ്ക്കുന്നതേ നിനക്ക് ഒരു മടിയുമില്ലല്ല. അങ്ങോട്ട് വൃത്തിയായിട്ട് പാത്രമെല്ലാം അങ്ങോട്ട് കഴുകും. രാവിലെ അണിഞ്ഞൊരുങ്ങി വന്നോളൂ. കല്യാണത്തിനൊന്നും അല്ല പോകുന്നത്. വെളുത്ത തൊലിയും കാണിച്ച് വന്നോളൂ, ശിങ്കാരിച്ച് ചൊടിച്ച്. രാജീവ്, ഈ ലഗേജ് ഒന്ന് മുകളിലോട്ട് വെച്ചേക്കണേ. കാറിന്റെ ബാക്കിലും ഉണ്ടേ. പിന്നെ കാറൊന്ന് വാഷ് ചെയ്തിട്ടായിരുന്നു, നാളെ മീറ്റിംഗ് ഉള്ളതാ. മോൻ രാവിലെ വന്നോ? വൈകുന്നേരം വരത്തുള്ളൂ പറഞ്ഞിട്ട്. എന്റെ അമ്മ, ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയില്ലേ. ആ പെട്ടി നേരത്തെ മുട്ടിക്കാഎടുത്തോണ്ടോ? അത് നല്ല വിലയുള്ള സാധനമാ. എന്റെ അമ്മ, അത് ഉരുട്ടി കൊണ്ട് ട്രോളി ബാഗാ അത്. അതെ, ഉരുട്ടി കൊണ്ടുപോണ്ട. ഇവളൊക്കെ ചുമന്നുകൊണ്ട് പോയാൽ മതി. അതിനല്ലേ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ വരും. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടും. അപ്പം എന്താ വെച്ചാൽ സ്നാക്സ് ഒന്ന് അവളടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞേരെ. ഉണ്ടാക്കാൻ പറയാം. പക്ഷേ കൂട്ടുകാരൊക്കെ വരുന്നത് കൊള്ളാം. ഇവിടെ ഒച്ചാൻ ബഹളമൊന്നും ഉണ്ടാക്കിയേക്കല്. ഞാൻ പറഞ്ഞേക്കാം. അതൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോളാം. പോരെ? ശരി. സാറേ, ചേച്ചി അഡ്വാൻസിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അഡ്വാൻസോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചോളം പറഞ്ഞിരുന്നു. ഞാൻ ഒന്ന് തന്നെ വിളിച്ചിട്ട് പറയാം. എൻ്റെ ഫ്രണ്ട്സ് വന്നു തോന്നണം. രാജീവ്, ഫിഷ് ഫ്രൈ റെഡിയായെങ്കിൽ ഒന്ന് പുറത്തോട്ട് കൊണ്ടോ. സാർ.
ഇതുവരെ ഒന്നും ആയില്ലേ? കഴിഞ്ഞ അമ്മച്ചി. അവന്റെ കൂട്ടുകാരൊക്കെ ഇപ്പം വരും. എളുപ്പമാക്ക. ആ ദേ ഞാനൊന്ന് കിടക്കാൻ പോവാ, എനിക്ക് ഭയങ്കര ക്ഷീണം. ശരി. സമാധാനായി. അത്ര നേരം കുറച്ച് സൗകര്യം കിട്ടുമല്ലോ. അജി ആയില്ലേ? ആ സാറേ ഇതാ കൊണ്ടുവരണോ. എടാ നിങ്ങൾ എൻജോയ് ചെയ്തോ, എനിക്ക് അധികം അടിക്കാൻ പറ്റില്ല, നാളെ മീറ്റിംഗ് ഉള്ളതാ. മതി മതി മതി, നമ്മൾ അടിച്ചോളാം. ഇത് തന്നെ എൻ്റെ അവസ്ഥയിലധികം. എത്ര ദിവസം നമ്മൾ കൂടിയിട്ട്? ഓർമ്മ പോലില്ല ശരിക്കും പറഞ്ഞു, മറന്നു പോയിടേ. ഇതാ പിടിച്ചോ. അപ്പൊ cheers. Cheers. സാർ ആ വച്ചേ. സാറേ ചേച്ചിനെ വിളിച്ചായിരുന്നോ? ആ അഡ്വാൻസിൻ്റെ കാര്യമല്ലേ? ആ പോകുമ്പോൾ മേടിച്ചോ. എടാ ഇതാണോ നിന്റെ വീട്ടിലെ വേലക്കാരി? അല്ല ഒന്നാന്തര ആറ്റം ചരക്ക്. പോടാ. വെറുതെ അല്ല അളിയ നീ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്നത്. എടാ അതൊരു പാവം പെണ്ണാണ്, 10-30 വയസ്സേ ഉള്ളൂ, കഷ്ടപ്പെട്ടാ ജീവിക്കണം. ഇഷ്ടപ്പാട്. എടാ നിന്റെയൊക്കെ ഒരു യോഗം. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു വേലക്കാരി, കണ്ണും കാണത്തില്ല ചെവിയും കേൾക്കത്തില്ല, നല്ല ഒന്നാന്തരം ഒരു ഏഷണി തള്ള. എൻ്റെ വീട്ടിലാണെങ്കിൽ വേലക്കാരിയില്ല, ഉള്ള പണിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എടാ അതെന്തിയടാ, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ തീരെ വിശ്വാസമില്ലേ? ഇല്ല അലിയ. ആഹാ, നല്ല സ്പൈസി മീൻ വറുത്തത്. അവക്കറിയാളിയാ ഒടിയന്മാരെ സൂചിപ്പിക്കുന്ന. നമുക്ക് നല്ല കൈപുണ്യടാ. ഞാനേ ഇപ്പൊ വരാം, അവൾക്കേ ഒരു ടിപ്പ് കൊടുത്തിട്ട് വരാം. ഡേയ് നിന്റെ ടിപ്പു സുൽത്താനാ ഇടിയടാ അവിടെ. എടാ എടാ അലമ്പ് സ്വഭാവം കാണിക്കുന്ന അകത്ത് അമ്മ ഉണ്ട്. എടാ നീ പേടിക്കാതെ, ഓൺലി ടിപ്പ്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ട അതിന്റെ പുറകെ അങ്ങ്? പേടിക്കുന്ന അലിയ, സംസാരം മാത്രമേ ഉള്ളൂ, ശുദ്ധനാണ്. ആഹാ, രാജി ഇവിടെ നിൽക്കാണോ? എന്താ സാറേ? രാജി വെച്ച ഫിഷ് ഫ്രൈ ഇല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. രാജിക്ക് ഞാൻ ചെറിയൊരു ടിപ്പ് തരാമെന്നാ. അയ്യോ അതൊന്നും വേണ്ട സാറേ. ഇല്ലെന്നേ, ഇത് വെച്ചോ. അല്ല വേണ്ട വേണ്ട. മടിക്കണ്ടെന്നേ. രാജിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളില്ലേ, ഇത് കയ്യിൽ വെച്ചോ. എനിക്കിത് വേണ്ട. കയ്യില് വെച്ചോ. അമ്മച്ചി വെള്ളം തീർന്ന് ഐസ് വാട്ടർ എടുക്കാൻ വന്നതാ. ഫ്രിഡ്ജ് എവിടെയാ? ഓരും പെട്ടവളെ, എന്റെ കണ്ണൊന്ന് തെറ്റിപ്പോ തന്നെ നിന്റെ തനിക്കൊണം കാണിച്ചല്ലേടി. അമ്മച്ചി അങ്ങനെയല്ല അമ്മച്ചി, ഞാൻ അങ്ങനെ മിണ്ടല്ലേ നീ, മിണ്ടല്ലേ. നിന്നെ പോലവന്മാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയാലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് നല്ലോണം അറിയാടി. അനാവശ്യം പറയല്ലേ. നീ അനാവശ്യമല്ലേടി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ലേ, ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ വേണ്ട. നിന്നെ പിടിച്ചിവിടെ ജോലിക്ക് വെച്ച് എന്റെ മരുമോളിങ് വരട്ടെ, അവള് വന്നിട്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. വലിയ വീട്ടിലെ ചെറുക്കന്മാരെ കാണുമ്പോഴേ ഒക്കെ ഇളക്കമല്ലേലും പുളിങ്കൊമ്പ കയറി പിടിച്ചാലല്ലേ ഈ കാശ്. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. തന്നെ നീ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അല്ലെങ്കിൽ നീ വെളിയിലിറങ്ങി ആരുടെങ്കിലും പറഞ്ഞാലേ കുടുംബത്തിലുള്ളവർക്ക് നാണക്കേടാ. കൊള്ളി വന്നേക്കെന്ന്. ആൾ കുറഞ്ഞ ടീച്ചർ എന്ന് പഠിച്ചോണ്ടോ ഇങ്ങനെ ഒരെണ്ണം തെറ്റിയോ?
നിങ്ങൾ വന്നോ? അച്ഛമ്മ അച്ഛൻ വന്നില്ലേ? ഓ വന്ന്. കൂട്ടുകാരെ കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. മോളകത്തേർക്കും ഇടി വെച്ചേ, ആ നാശം പിടിച്ചവളെ ഇന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കണം. ആര്? രാജിയോ? അതെ എന്താ അമ്മേ പ്രശ്നം? അതെ, ഉറക്ക പറഞ്ഞ നാണക്കേട്. ഇന്ന് ഗിരിയുടെ 2 കൂട്ടുകാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗിരിയേട്ട എന്നോട് പറഞ്ഞായിരുന്നു വരുമെന്ന്. ഞാനേ ഒന്ന് മയങ്ങാൻ പോയതാ. അന്നേരം എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഞാൻ അത് അടുക്കളയെ വന്നുകൊണ്ട് അവിടെ അഴിഞ്ഞാട്ടം കണ്ട്. അഴിഞ്ഞാട്ടോ? ആ അവളെ ആ ഗിരിയുടെ കൂട്ടുകാരൻ്റെ ഇവിടെ കൈയും കാലും കാണിച്ച് കാശ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ട്. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയണത്? ഇതൊക്കെ നേരാണോ? പിന്നെ ഞാൻ കള്ളം പറയൂടി? എൻ്റെ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ദേ, ഞാനൊരു കാര്യം പറയും, ഇന്ന് തന്നെ അവളെ പറഞ്ഞു വിട്ടേക്കണം. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടക്കാരികളെ ഇവിടെ വേണ്ട. ഇവിടെ പെങ്കൊച്ച് വളർന്നു വരുന്നതാ. എന്നിട്ട് രാജി ഇവിടെ? അയ്യോ, അടുക്കളയിൽ നിന്ന് പൂങ്കണ്ണീര് പഠിക്കുന്നു. പഠിച്ച കളി. ഞാൻ അപ്പൊ തന്നെ അവളെ പറഞ്ഞു വിടാ ഇരുന്നതാ. പിന്നെ നീ വരട്ടെന്ന് വിചാരിച്ച്. എന്തൊക്കെയാ ഈശ്വര ഇവിടെ നടക്കുന്നത്? ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും. ഇനി കയ്യിലിരിക്കുന്ന കൂടെ കൊണ്ട് കൊടുക്കാൻ പോ. പഠിച്ച കള്ളി. നിധി കിടക്കുന്ന ഉള്ളത് കൂടെ വാരി കെട്ടി കൊടുക്കാൻ. രാജി എന്താ രാജി, എന്താ പ്രശ്നം? ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. ആ സാറാണ് ഫിഷ് ഫ്രൈ കൊള്ളാന്നും പറഞ്ഞ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശ് വെച്ചെന്നത്. ഞാൻ വേണ്ടാന്ന് കുറെ പറഞ്ഞതാ. അമ്മ നിർബന്ധിച്ച് കൈ പിടിച്ച് കളിച്ച് ഇങ്ങനെ വെച്ചേരായിരുന്നു. അത് കണ്ടിട്ട് അമ്മ കയറി എൻ്റെ മുഖത്തടിച്ചു. എന്തൊക്കെയോ പറഞ്ഞു പഴച്ച വളർന്ന്. അങ്ങനെ വന്നായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഈ പണിക്ക് വരേണ്ട ആവശ്യമുണ്ടോ ചേച്ചി? അങ്ങനെയല്ല ചെയ്ത് ജീവിച്ചാ പോരെ. പണത്തിനെ കുറവുള്ള ചേച്ചി. മാനം വിട്ടിട്ടൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല ഇതുവരെ. ഓഫീസിൽ പോയ ഓഫീസിലെ പ്രശ്നം, വീട്ടിൽ വന്ന വീട്ടിലെ പ്രശ്നം. നീ ഇങ്ങനെ വന്നേ. ഇന്ന് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണം. അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വാ. വേണ്ട ചേച്ചി. എന്റെ ദൈവമേ, ഇവിടെ വരുന്ന ജോലിക്കാർ മാത്രം എന്താ എല്ലാം ഇങ്ങനായി പോയത്? എല്ലാത്തിനും കുറച്ച് പൈസ മാത്രം കൊടുക്കാനോ ഒരുത്തി. നേരട്ടെ, പൈസ ഞാൻ കൊടുക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി ഗിരിയേട്ടാ, ഗിരിയേട്ടാ. എന്തിനടി വിളിച്ചു കൂവണത്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കൂലേ? ഉറങ്ങിയതൊക്കെ മതി. ഇന്നിവിടെ ആരൊക്കെയാ വന്ന ഗിരിയേട്ടാ? ഇവിടെ മഹേഷും സുഭാഷും. ദൈവത്തെ ഓർത്ത് വീട്ടിലെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അല്പം മാന്യതയും മര്യാദയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരണം. ഇതല്പം ബോറായി പോയി ഗിരിയേട്ടാ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ലേ? നീ എന്തിനാ അവനോട് ചാടിക്കുന്നത്? ഇവളല്ലേ അടുക്കള വെച്ച് കോട്ട ചെറുക്കന്മാരെ കൈയും കാലും കടിച്ച് കാശ് വാങ്ങിച്ചത്. ഇതിനെ ചൊല്ലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോവുക ചേച്ചി. നീ നിക്ക് രാജി. നീ വന്നിട്ട് ഇവിടെ 5-6 മാസേ ആയുള്ളെങ്കിൽ എനിക്കറിയാം നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന്. ഗിരിയേട്ടാ, എന്താ ഇത്? എടി, അതാ സുഭാഷ് വെറുതെ കളിക്കെന്തോ ചെയ്തതാ. നീ അതങ്ങനെ കാര്യമൊന്നും ആക്കണ്ട. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ വഴക്ക് പറഞ്ഞു വിട്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വെറും ഒരു തമാശ. അവന് ടിപ്പ് കൊടുക്കണമായിരുന്നെങ്കിൽ അവന്റെ വീട്ടിലൊരു ഭാര്യ ഇരിപ്പുണ്ടല്ലോ, അവക്ക് കൊടുക്കണമായിരുന്നു. അല്ലാതെ ഈ പ്രതികരണ ശേഷി ഇല്ലാതെ ഈ പാവം പെണ്ണിനോടല്ല ഓരോന്ന് കാണിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ മേലാലി വീട്ടിൽ വിളിച്ച് വരുത്തരുത് ഗിരിയേട്ടൻ. രാജി, സോറി. സുഭാഷ് ചെയ്തതിന് ഞാൻ മാപ്പ് വയ്ക്കുന്നു. സോറി പറഞ്ഞ് തീരാവുന്ന പ്രശ്നമാണ് ഇത്. അമ്മ എന്തൊക്കെയാണ് ഇവിടെ വിളിച്ച് പറഞ്ഞു എന്ന് ഗിരിയേട്ടൻ അറിഞ്ഞോ? ഇനി ഇവിടെ നിർത്താനാണോ നിങ്ങളുടെ പ്ലാന്? ഇല്ല മച്ചി, ഞാൻ ഇവിടെ എന്തായാലും നിൽക്കൂല. ഞാൻ പോവുക. എവിടെയായാലും ജോലി ചെയ്ത് ജീവിക്കണമല്ലോ. പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തലും പഴിയും കൂടെ കേൾക്കണമെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അത് ചെയ്യാത്ത തെറ്റില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം മോഷണം പോയാൽ ആദ്യം നിങ്ങൾ ഞങ്ങളല്ലേ സംശയിക്കാം? ഞങ്ങൾ മനുഷ്യരല്ലേ? ആദ്യം തന്നെ വീട്ടുജോലിക്കാരാണ് അതെടുത്തതെന്ന് നിങ്ങളോട് മനസ്സിൽ സ്ഥാപിക്കും. ചേച്ചിനോട് എനിക്ക് നന്ദിയുണ്ട്. പറയാതെ തന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കി എന്ന് പറഞ്ഞല്ലോ. നിങ്ങളെപ്പോലുള്ളവരുള്ളതുകൊണ്ടാ ഞങ്ങളൊക്കെ മനുഷ്യരാന്ന് ഇടയ്ക്കെങ്കിലും തോന്നലുണ്ടാവുന്നത്.
നീ ഇവിടുന്ന് പോയാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടിലാവുന്നത് ഞാനാണ് രാജി. പക്ഷേ നിന്റെ ആത്മാഭിമാനം പണയം വെച്ച് നീ ഇനി ഇവിടെ നിൽക്കേണ്ട. നീ എവിടെയായിരുന്നാലും നീ ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ആരെയും അടിമപ്പണിയല്ല നീ ചെയ്യുന്നത്. പിന്നെ നിനക്ക് ഇവിടുന്ന് പോയാലും നിനക്ക് മാസം മാസം ഉള്ള ശമ്പളം സേഫായിട്ട് നീ ഒരിടത്ത് ജോലിക്കാവുന്നത് വരെയുള്ള സാലറി ഞാൻ നിനക്ക് തരും. അതാരുടെയും ഔദാര്യമല്ല. നിന്നെ കൊണ്ട് അത്രമാത്രം പണി ഈ അമ്മ ഇവിടെ എടുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പോട്ടെ. രാജി നിക്ക്. ഇതാ നീ ചോദിച്ച അഡ്വാൻസ്. എവിടെയായിരുന്നാലും നീ ധൈര്യമായിട്ടിരിക്കും. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ആ പാവത്തിന് ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോ അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ? ഇനി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ ആരെയും വീട്ടു ജോലിക്കൊന്നും പറഞ്ഞ് ഞാൻ വിളിക്കത്തില്ല. അതാ നല്ലത്. അതാ നല്ലത്. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളേ ഉള്ളൂ. ആർക്കും ആരോഗ്യക്കുറവൊന്നുമില്ലല്ലോ. ഇല്ല. നാളെ തൊട്ട് ആര് ഫുഡ് ഉണ്ടാക്കും? അമ്മ ചെയ്യും. ഞാനോ? പിന്നല്ലാതാ. അല്ല, ജോലിക്കാരിയൊക്കെ വരുമ്പോഴാണല്ലോ സാധാരണ കൊച്ചമ്മ എന്ന് പറയുന്ന ഒരു ഫീലൊക്കെ വരുന്നത്. ഇതിപ്പോ എന്തായാലും ഗിരിയേട്ടന് ഞാനും കുഞ്ഞും പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി അമ്മയ്ക്ക് ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാന്നുള്ള പണികളേ ഉള്ളൂ. ആർക്കും അത്ര വലിയ ആരോഗ്യക്കുറവൊന്നും ഞാൻ കാണുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, ശരീരമൊക്കെ അങ്ങ് വല്ലാണ്ട് വരികയാണ്. സ്വാഭാവികം. പണി ഇപ്പൊ പറഞ്ഞല്ലോ, അതിൻ്റെതായിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും. മോളെ, നീ സഹായിക്കത്തില്ലേ ഇവിടെ?